ഇന്ന് ടോപ്പിക് എന്ന് പറയുന്നത് ഡയബറ്റിക് ആണ്. പകർച്ചവ്യാധി പോലെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഡയബറ്റിക് എന്ന ഒരു രോഗം. ഇന്ന് ഉണ്ടാവുന്ന ഭക്ഷണ രീതിയും ആരോഗ്യ രീതിയിലും ഉണ്ടാകുന്ന മാറ്റം കൊണ്ടുണ്ടാകുന്ന ഒരു രീതിയിലുണ്ടാകുന്ന ചേഞ്ചാണ് ഈ രോഗം വ്യാപിക്കുന്നതിന് കാരണമാകുന്നത്. നമ്മുടെ ജീവിതത്തിലെ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഡയബറ്റിക് എന്ന് പറയുന്ന രോഗത്തെ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് തടയാൻ കഴിയും. അതിൽ ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നമ്മൾ വ്യായാമം, നിത്യം ജീവിതത്തിൽ ഒരു വ്യായാമം നമ്മൾ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമായ ഒരു ഘടകമാണ്. നമ്മൾ ദിവസവും ഒരു 2 മണിക്കൂർ TV കാണുന്ന ഒരാൾക്ക് 12% ഡയബറ്റിക് ഉണ്ടാകും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. എന്നാൽ നമ്മൾ വീട്ടുജോലികൾ പോലെ ചെറിയ ചെറിയ ജോലികൾ ഏർപ്പെടുക, 2 മണിക്കൂർ നമ്മൾ നടക്കുക, വ്യായാമം നമ്മുടെ നിത്യജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രമേഹം പോലുള്ള രോഗങ്ങൾക്ക് ഒരു പരിധിവരെ നമുക്ക് തടയിടാൻ കഴിയും. രണ്ടാമത് നമ്മൾ കൊണ്ടുവരേണ്ടത് ഒരു ഭക്ഷണക്രമമാണ്. നമ്മൾ പണ്ടുള്ള ആഹാര രീതിയിൽ നിന്നും ഇപ്പം തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് എല്ലാവരും ആഹാരം കഴിച്ചു വരുന്നത്. ജങ്ക് ഫുഡുകൾ, കൊഴുപ്പടങ്ങിയ ആഹാരങ്ങളാണ് ഇപ്പം കൂടുതലായും ആൾക്കാർ ഉപയോഗിക്കുന്നത്. മിനുസപ്പെടുത്തിയ ധാതുക്കൾ കുറഞ്ഞ, അതായത് കലോറി കൂടിയ ആഹാരങ്ങളാണ് ഇപ്പോൾ എല്ലാവരും പൊതുവെ ഉപയോഗിച്ച് വരുന്നത്. നമ്മൾ ഈ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ കണ്ടൻറ്റ്, അതായത് കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡുകളാണ്. ഇപ്പോഴുള്ള എല്ലാ ഫുഡുകളിലും ഫൈബർ കണ്ടൻറ്റ് കുറവാണ്. ഇപ്പോൾ എല്ലാം നമുക്ക് പൊതുവെ കിട്ടുന്ന ആഹാരങ്ങളിലെല്ലാത്തിലും ഫൈബർ കണ്ടൻറ്റ് കുറവായതുകൊണ്ട് അതിലെല്ലാം കാർബോഹൈഡ്രേറ്റ് കൂടുതലാണ്. അതുകൊണ്ട് പൊതുവെ എല്ലാവരും അതിലോട്ടാണ് ചൂസ് ചെയ്യുന്നത്. നമ്മൾ കുറച്ചും കൂടെ ബെറ്ററായിട്ട് നമ്മുടെ പണ്ടത്തെ ആഹാര രീതിയിലേക്ക് പോയാൽ കുറച്ചും കൂടെ നമ്മുടെ ജീവിതശൈലി രോഗമായ ഷുഗർ പോലുള്ള അസുഖങ്ങളിൽ നിന്ന് നമുക്ക് തടയിടാൻ കഴിയും. മറ്റൊരു പ്രധാന ഘടകമാണ് പുകവലി. ഇപ്പോൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു യുവാക്കൾക്കിടയിൽ പോലും പുകവലി എന്നൊരു മാരകമായൊരു ഇതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പുകയിലെ ഉൽപ്പന്നങ്ങൾ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയാണ്. അവർ തന്നെയാണ് 1/3 ഭാഗവും അവർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഡയബറ്റിക് പേഷ്യൻസ് ഉള്ള ഒരു രാജ്യം എന്ന് പറയുന്നത് ചൈന തന്നെയാണ്. അതിന് കാരണവും ഇത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്നതും അവർ ഉപയോഗിക്കുന്നതും അവർ തന്നെയാണ്. അടുത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ മദ്യപാനമാണ്. ഇപ്പോൾ മദ്യപാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കോമൺ ആണ്, എല്ലാവരും മദ്യപിക്കുന്നു, ഓവറായിട്ട് കുടിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ മദ്യപാനത്തിലൂടെ അമിതവണ്ണം, കരൾ രോഗം, അങ്ങനെ ഒരുപാട് അസുഖങ്ങളിലേക്ക് ഈ മദ്യപാനം ഒരു കുടുംബത്തെ കൊണ്ട് എത്തിക്കാറുണ്ട്. അതുകൊണ്ട് മദ്യപാനം എന്നൊരു മേഖല നമ്മൾ മാക്സിമം ഒഴിവാക്കുക, മദ്യപിക്കുന്നത് ഒഴിവാക്കാൻ മാക്സിമം ശ്രമിക്കുക. അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് ഭാരം കുറയ്ക്കുക, നമ്മുടെ ബോഡി ഭാരം കുറയ്ക്കുക. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഹാരത്തിൽ ക്രമം കൊണ്ടുവരിക, ആഹാരം കൺട്രോൾ ചെയ്യുക, വ്യായാമം ചെയ്യുക. ഇത് രണ്ടിലൂടെ നമുക്ക് വണ്ണം എന്ന് പറയുന്നൊരു ഘടകം കുറയ്ക്കാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. ആഹാരം കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായും അവോയ്ഡ് ചെയ്യുക എന്നല്ല പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഹാഫ് പോർഷൻ, 4/1 ഭാഗം ഹാഫ് പോർഷൻ നമ്മൾ എന്താക്കണം, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, സാലഡ് പോലുള്ള ഐറ്റംസൊക്കെ ഉപയോഗിക്കുക. അതിൽ 1/4 ഭാഗമാക്കി അരി, ഗോതമ്പ് ഇങ്ങനെ ഉള്ള ധാതുക്കളെല്ലാം 1/4 ഭാഗമാക്കുക. ബാക്കി പോർഷൻ പാല്, മുട്ട, മാംസ്യം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യുക. അങ്ങനെ ഒരു ഭക്ഷണക്രമം നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ശീലങ്ങളെല്ലാം നമ്മൾ ഒരു അസുഖം വന്നിട്ടല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട. ഈ ശീലങ്ങളെല്ലാം ഇത് നമ്മൾ ആദ്യമേ തുടങ്ങുക, ഒരു കുട്ടിയിൽ നിന്ന് നമ്മൾ തുടങ്ങുക. ഒരു ബാല്യത്തിലുള്ള ഒരു കുട്ടിക്ക് നമ്മൾ ആദ്യമേ ഇതെല്ലാം പറഞ്ഞു കൊടുക്കണം. ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കടമ ആർക്കെന്ന് ചോദിച്ചാൽ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർക്കും ഇപ്പോൾ ഭരണകർത്താക്കൾക്കും ഇതിൻ്റെ എല്ലാം ഒരു ബാധ്യതയുണ്ട്. നമ്മൾ ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്നത് പോലെ നമ്മൾ സ്കൂളിലെ ഈ ശീലങ്ങളെല്ലാം കുട്ടികൾക്ക് കൊടുക്കുക. ഇതൊരു ക്ലാസ് പോലത്തെ ഒരു ടോപ്പിക്ക് ആ കുട്ടികളിൽ എത്തിക്കണം. നമ്മളിതെല്ലാം കുഞ്ഞുങ്ങളിൽ നിന്ന് തുടങ്ങുക.
അവരിൽ നിന്ന് തുടങ്ങി ആ ശീലം അവർ ആ കുഞ്ഞിലേ തുടങ്ങിക്കഴിഞ്ഞാൽ അവരെന്തായാലും ആ ശീലം മാറ്റാൻ പറ്റത്തില്ല. നമ്മളൊരു കാര്യം 20 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിലേക്ക് അത് ആയിക്കോളും. നോർമലി അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. നമ്മളിപ്പോൾ ഒരു സമയത്ത് നമ്മൾ ഉറങ്ങി ശീലിച്ചു കഴിഞ്ഞാൽ ആ ടൈമിൽ തന്നെ നമ്മൾ മിക്കവാറും നമ്മൾ ആ ഉറക്കം നമുക്ക് വന്നോളും. അതുപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങൾ. അതുകൊണ്ട് നമ്മളിതെല്ലാം കുഞ്ഞുങ്ങൾക്കും കൂടി ആദ്യമേ പറഞ്ഞു കൊടുത്ത് ശീലിപ്പിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. അങ്ങനെ ഒരു ആരോഗ്യ ഭാരതമാക്കി മാറ്റാൻ നമുക്ക് കഴിയുകയുള്ളൂ.